നീറ്റിൻ്റെ കോൺട്രവേഴ്സി ഇപ്പോൾ ബോയിൽ ഔട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ പോവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മാതാപിതാക്കളും കുട്ടികൾക്കും വലിയൊരു കൺസേൺ ഉണ്ടായ പ്രോബ്ലമാണ്. 3 കാര്യങ്ങളാണ് നീറ്റിൽ റെഫറൻസ് ആയിട്ട് വന്നേക്കണം. ഒന്ന്, ഈ ഗ്രേസ് മാർക്കിൻ്റെ ഇഷ്യൂ, അതാണ് മെയിൻ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ, പല സ്ഥലത്തു നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. മൂന്നാമത്തെ, പല സെൻറ്ററിലും പ്രോക്സി ആയിട്ട് ആൾക്കാർ എഴുതി, അതായത് ആൾക്കാരെ കൊണ്ട് എഴുതിച്ച് പാസ്സാക്കി എന്ന് പറഞ്ഞു. ഈ പ്രോക്സിയൊക്കെ നമുക്കൊരു നാഷണൽ ഏജൻസിന് പറഞ്ഞിട്ട് അത് ഓരോ ഇവിടുത്തെ ഇപ്പോൾ ഇവിടെ ISROൻ്റെ ടെക്സ്റ്റ് പ്രോക്സി എഴുതി പറഞ്ഞ് ബീഹാറിൽ നിന്ന് ആൾക്കാർ വന്ന് എഴുതി പറഞ്ഞ് വലിയൊരു ഇഷ്യൂ ഉണ്ടായി. 72 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിബിലിറ്റിയൊക്കെ ലോക്കലായിട്ടുള്ള സെൻറ്റേഴ്സാണ്. അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ രാജ്യം 28 സംസ്ഥാനങ്ങളും ഈ 5000 സെൻറ്ററിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി, അത് നമുക്ക് നാഷണൽ ടെസ്റ്റിംഗ്, അത് ലോക്കൽ ഗവൺമെൻറ്റ്സും ലോക്കലായിട്ട് നടത്തുന്ന കാര്യം. അപ്പോൾ അതാദ്യം റൂൾ ഔട്ട് ചെയ്യുക. രണ്ടാമത്തെ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണത്? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വരണ്ടേ, ഒരാളുടെ കയ്യിൽ വരണ്ടേ? ഇത് ഓട്ടോമേറ്റഡ് സെലക്ഷൻ പ്രോസസ്സാണ്. ഒരു സ്ട്രോങ് റൂമിൽ, ഒരു ഓട്ടോമേറ്റഡ് സ്ട്രോങ് റൂമിൽ സ്റ്റീൽ റൂമിൽ വെച്ചിരിക്കുകയാണ്. അതിന് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇത്ര സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം. അതിന് തലേ ദിവസമോ ഒരു ദിവസം മുമ്പ് കാണും. അതിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് നമ്പറിലാണ് പ്രൊസീഡ് ചെയ്യണത്. ഓട്ടോമാറ്റിക്കായിട്ട് പാക്കറ്റ്സ് കൺവെയർ ബെൽറ്റിലോട്ട് പുറത്തോട്ട് പോകും. ഇതെങ്ങനെയാണ്? അതിപ്പോൾ ഈ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാക്സിമം എത്ര ദിവസം കൊണ്ട് കിട്ടായി ക്വസ്റ്റ്യൻ പേപ്പർ? എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ 35-4 ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ഒരാൾക്ക് ഒരു ദിവസമോ 2 ദിവസമോ മുമ്പ് കിട്ടാം. ഈ 2 ദിവസം മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് എങ്ങനെ പ്രൊഡ്യൂസ്? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കൊന്നൊരു ഇഷ്യൂ ഒന്നുമല്ല. അത് ഫുൾ ഇത്തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് എന്ന് പറയാനുള്ള കാര്യം എന്താണ്? ഞാൻ മുഴുവൻ വായിച്ചു നോക്കി. 42 പേർക്ക് ഫുൾ മാർക്കുണ്ട്. അത് പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് കുറേ ആൾക്കാർ പോയി പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിന് +2 45 മാർക്ക്, ടെസ്റ്റിന് 5 മാർക്ക്, അവന് ഫുള്ള് കിട്ടി. അവന് ഫുള്ള് കിട്ടിയ എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാത്തതാണ്. ഞാനൊരു അധ്യാപകനാണ്, 36 കൊല്ലം പഠിപ്പിച്ചാണ്. ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യാൻ എന്തിനും ഫുള്ള് കിട്ടും. +2ൻ്റെ മാർക്കും നീറ്റിൻ്റെ മാർക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. നീറ്റ് നമ്മൾ എക്സസൈസാണ്, അത് എക്സസൈസ് ചെയ്യണമായിരിക്കും നമുക്ക് ഉച്ചം കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യം ഫുള്ള് മാർക്ക് കിട്ടിയൊരു കോൺട്രവേഴ്സി, ആ കോൺട്രവേഴ്സി ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതൊന്നും ശരിയല്ല. നമ്മൾ ഒരു കാലത്തും നാഷണൽ ഇത്രയും കാലം ഉണ്ടായില്ലല്ലോ. ഇതിനു മുമ്പ് എന്തോരം ടെസ്റ്റുകൾ നടത്തി, എന്തോരം ടെസ്റ്റ് ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതൊരു ഇമോഷണൽ പോയിൻ്റാണ്. ഏതോ 2 കൊല്ലം മുമ്പൊക്കെ തമിഴ്നാട്ടിൽ 17 പേര് സൂയിസൈഡ് ചെയ്താണ് MBBS സീറ്റ് കിട്ടാത്തത്. അത്ര ഇമോട്ടീവ് ഇഷ്യൂ ആണ്. 24 ലക്ഷം ആൾക്കാർ ഇന്ത്യയിലാണ്. അപ്പോൾ ഗവൺമെൻറ് അറിയണം ഇതൊരു ഇമോട്ടീവ് ഇഷ്യൂ ആണ്. ഈ ലെവലിലെ ആൾക്കാരെ ക്രൗഡിന് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതിൽ 99%ഉം തോൽക്കുന്നവരാണ്. തോൽക്കുന്നവർക്കല്ലേ ഒച്ചെടുക്കാൻ നന്നായിട്ടുള്ളൂ. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ് കാരണം. ഇപ്പോൾ എന്താ വേണ്ടത്? എല്ലാവർക്കും റിപ്പീറ്റ് നടത്തണം എല്ലാ ടെസ്റ്റും. നടക്കാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പറയണത്. സൂപ്പർ ഇൻ്റർവെൻഷനാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ് ഫോം ചെയ്തിട്ട് കഷ്ടിച്ച് ഒരാഴ്ചയായുള്ളൂ. അതിൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്താണെന്നറിയില്ല, അങ്ങനെ പുതിയൊരാളാണ്. അങ്ങനെ ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞു, അതിനെപ്പറ്റി എൻക്വയറി നടത്തി കഴിഞ്ഞു, NTA കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്തു, സ്റ്റെപ്സ് എടുത്ത് കഴിഞ്ഞു. ഇന്ന് ഞാൻ കേട്ടത് NTA ഹെഡിൻ്റെ ഡയറക്ടർ എങ്ങാണ്ടും സമ്മർലി അങ്ങനെ മാറ്റുകയാണ്. എൻ്റെ പേഴ്സണലായിട്ട് അങ്ങനെ മാറ്റാൻ പാടില്ല, അത് ഡിസ്ക്രെഡിറ്റേഷനാണ്. ഹീസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്. അത് പോട്ടെ, അത് എന്ത് ഗവൺമെൻറ് ആക്ഷനാണ്. ഗവൺമെൻറ് ഹസ് ഇൻ്റർവീൻഡ് ആൻഡ് ഇറ്റ് ഹാസ് ബിൽഡ് ദ കോൺഫിഡൻസ് ഓഫ് ദ പീപ്പിൾ. എന്നെമാതിരി ഒരാൾക്ക് ഉടനെ കോൺഫിഡൻസ് ഓപ്പൺ ആയിരുന്നല്ലോ. കഴിഞ്ഞ ഒരു ഫുൾ ഡേ എല്ലാ ചാനലും ആ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചാനൽ അവൈലബിൾ ആണ്. ഒളിഞ്ഞു പോയൊന്നുമില്ലോ. അങ്ങനെ പറഞ്ഞല്ലോ. എന്താ ഉടനെ തന്നെ ആ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്രിമിനൽ ലോ ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞു ഈ സംഭവത്തിൽ. അത് ഇക്കൊല്ലം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. സോ ദ വാട്ട് എവർ ദ ഗവൺമെൻറ് ഹാസ് ഗൺ ദ സ്റ്റെപ്പ് ഇൻ ടു ടേക്കൺ ദ സ്റ്റെപ്പ്. അടുത്ത 2 ടെസ്റ്റ് ക്യാൻസൽ ചെയ്തു. UGC നെറ്റ് ടെസ്റ്റും നീറ്റ് PG ക്യാൻസൽ ചെയ്തു. എന്നുവെച്ചാൽ ഇതിൻ്റെ ഫയർ അങ്ങോട്ട് പോകണ്ട. നല്ല കാര്യങ്ങളല്ലേ. ഒരിടത്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ആയാലും നമ്മൾ ഫർദർ പോകില്ല. നല്ല, പക്ഷേ അതിനെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറ്റുക ഗവൺമെൻറ്. അതൊരു ഇന്ത്യയിലെ രാഷ്ട്രീയം 2 സൈഡ് പറയാൻ വേണമല്ലോ. അത് ഡെമോക്രസിയുടെ സെറ്റപ്പാണ്. അവർ കുറ്റം പറഞ്ഞിട്ട് അവർ പറയുമ്പോഴേ ഗവൺമെൻറ് വിജിലൻ്റ് ആവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ വെരി എഫിഷ്യൻറ്റ് സ്റ്റെപ്സ് ഇൻ്റർവ്യൂ ആൻഡ് ടേക്കൺ പ്രോപ്പർ സ്റ്റെപ്പ്. എസ്പെഷ്യലി എൻ്റെ ക്രിമിനലൈസേഷൻ ലെവൽ ചെയ്ത് ബെസ്റ്റ് ഇഫക്റ്റാണ്. ഇപ്പോൾ തന്നെ കുറേ സള്ളനായി, പല ആൾക്കാരും സള്ളനായി. I think that they have done the best thing. There is no question of discrediting NTA or this is a casual thing that has happened. ഇതൊരു വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. വളരെ മാറ്റങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ തന്നെ നോക്കിയാൽ എന്തോരം പ്രൊഫഷണൽ സെൻറ്റേഴ്സാണ്. ഹയസ്റ്റ് ബിസിനസ്സും ഹയസ്റ്റ് കോച്ചിങ് സെൻറ്റർ നീറ്റാണ്. എത്ര കുട്ടികളാണ് കേരളത്തിലാണ്? 24 ലക്ഷം ആൾക്കാർ വെച്ചാൽ വേൾഡ് റെക്കോർഡാണ്. അത്രയും ആൾക്കാർ, അത്രയും ബിസിനസ് വരുമ്പോൾ പല ടൈപ്പ് മെത്തേഡ്സ് ഉണ്ടാവും. പഠിപ്പിക്കാൻ പല ടൈപ്പ് AI ഉപയോഗിക്കേണ്ടാവും. ഫുൾ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടും. കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്യും. മെഡിസിൻ എന്നെ സംബന്ധിച്ചോളം 240 ജോബ് മാർക്കറ്റിലുള്ള സബ്ജക്റ്റാണ്. എൻ്റെ 2 മക്കളും ഡോക്ടേഴ്സാണ്.
2 മക്കളെ ഞാൻ ഡോക്ടേഴ്സാക്കി. എനിക്കറിയാം എൻ്റെ സ്കോപ്പ്. ഞാനും കുറേ നീറ്റിന് വേണ്ടി ചത്ത്, 2 പേര് നീറ്റ് എഴുതി, ഒരാൾ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ കൂടിപ്പോയൊരു പാരൻറ്റും കൂടിയാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഈ ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടാകണൊക്കെ സത്യമാണ്, ആ ഇമോഷൻ ഇഷ്യൂ ഉണ്ടൊക്കെ. അപ്പോൾ ഇതിൽ എന്നോട് ചോദിക്കുകയാണ്, ഇറ്റ്സ് എ വെരി ട്രാൻസ്പാരൻറ്റ് പ്രൊസീജിയർ. പിന്നെ നിങ്ങൾ 24 ലക്ഷത്തിൽ 42 പേർക്ക് ഫുള്ള് കിട്ടി, 15 പേർക്ക് ഇത് വന്നത് പറഞ്ഞതൊക്കെ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഇഷ്യൂ. വി ഷുഡ് ബി വെരി കെയർഫുൾ. സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ലെന്ന് എൻ്റെ ഒരു വ്യൂ.